അനിൽകുമാർ, ഇതാണ് BJP-യുടെ വ്യാഖ്യാനം. നോക്കൂ, നിങ്ങൾ കീമിലെ പരാജയം മറച്ചുവെക്കാൻ വേണ്ടി, ഭരണപരാജയം മറച്ചുവെക്കാൻ വേണ്ടി, കോളേജിലെ ടോയ്ലറ്റ് കോംപ്ലക്സാൻ വേണ്ടി നിങ്ങൾ സൃഷ്ടിക്കുന്ന മറ്റൊരു പ്രതിഷേധത്തിൻ്റെ പുകമറയാണിത് എന്നതാണ് BJP-യുടെ ഭാഷ്യം. അതാണ് കോൺഗ്രസ് നേതാക്കളും പറയുന്നത്. പ്രതിപക്ഷ നേതാവ് അതിനെ സർക്കാർ സ്പോൺസേഡ് സമരം എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. നിങ്ങൾക്ക് ഈ സർവകലാശാലയെ ചൂണ്ടിക്കാട്ടി ബാക്കിയുള്ള ഭരണപരാജയം മറയ്ക്കണം. അതാണോ നീക്കം, അനിൽകുമാർ? ഒന്ന്, ഇവർ പറയുന്നത് പോലൊരു ഭരണപരാജയം കേരളത്തിലെ LDF സർക്കാരിനില്ല എന്നാണ് നീതി ആയോഗിൻ്റെ ഏറ്റവും അവസാനത്തെ റിപ്പോർട്ടുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ 9 കൊല്ലത്തിനിടയ്ക്ക് ഒരു മേഖലയിലും പിന്നോട്ട് പോവുകയല്ല ചെയ്തത്, മുന്നോട്ട് വരികയാണ് ചെയ്തതെന്ന് നമ്മുടെ രാജ്യത്തിനകത്തും പുറത്തുമുള്ള എല്ലാ പരിശോധനകളിലും സാമൂഹ്യ വികാസ മാനദണ്ഡങ്ങളിലും നമ്മൾ മുമ്പിലാണ്. ഏതെങ്കിലും മെഡിക്കൽ കോളേജിലെ 60 കൊല്ലം പഴക്കമുള്ളൊരു കെട്ടിടം, അതിൻ്റെ ബാത്റൂം സമുച്ചയം തകർന്നൊരു ദാരുണ മരണം ഒരു വീട്ടമ്മയ്ക്കുണ്ടായത്, അത് കാണിച്ചുകൊണ്ട് കേരളമാകെ തകർന്നുപോയി എന്ന തരത്തിലുള്ള ആഖ്യാനങ്ങളൊന്നും നാട്ടുകാർ വിശ്വസിക്കില്ല. ഇവിടെ ഇന്ന് യഥാർത്ഥത്തിൽ ഈ ഗവർണർ ആർലേക്കർ, മുൻ ഗവർണർ, ഈ രണ്ടാളുകളും പറയുന്നത് സർവകലാശാലകളുടെ പരമാധികാരികൾ ഞങ്ങളാണ്. ആർലേക്കർ ഉപയോഗിച്ച പദം സർവാധികാരി എന്നാണ്. ആ സർവാധികാരിയുടെ ചെകിട്ടത്താണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അടികൊടുത്തിരിക്കുന്നത്. യുവരാജ് ഗോകുലിന് ആ വിധി വായിക്കാൻ നേരമില്ലെങ്കിൽ കഴിഞ്ഞ മെയ് മാസത്തിൽ സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയുണ്ട്. ആ വിധി ശരിവച്ചിരിക്കുകയാണ് ഈ വിധിക്കകത്ത്. സിംഗിൾ ബെഞ്ചിൻ്റെ വിധി വായിച്ചാലും മതി. അപ്പോൾ സിംഗിൾ ബെഞ്ച് കൃത്യമായിട്ട് നിയമം ചൂണ്ടിക്കാണിച്ചു. അത് മാനിക്കാൻ ആർലേക്കർ തയ്യാറല്ല. തന്നെ മുൻഗാമിയായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ പോയ വഴിയെ തന്നെ ആർലേക്കർ പോയി. അവസാനം ആർലേക്കറും കുഴിയിൽ വീണു. അതുകൊണ്ട് സർവകലാശാലകളുടെ സർവാധികാരി എന്നൊരു പദവി അവിടെ ഇല്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. 2, സംസ്ഥാന സർക്കാരിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ഗവർണറാവട്ടെ ചാൻസലറാവട്ടെ ഒരു സർവകലാശാലയും ഭരിക്കുന്നത് നടക്കത്തില്ല. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, RSSൻ്റെ ശാഖയിൽ നിന്ന് കൊടുക്കുന്ന ലിസ്റ്റ് വെച്ചിട്ട് താൽക്കാലിക VCയോ സ്ഥിരം VCയോ നിയമിക്കാമെന്ന് 2018 UGC ചട്ടങ്ങളിൽ വരുത്തിയ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ ഒരു ആർലേക്കർ വിചാരിച്ചാലും ഒരു ഗവർണർ വിചാരിച്ചാലും കേരളത്തിൽ നടപ്പാവില്ല. ഈ 3 കാര്യങ്ങളുമാണ് ഇന്നത്തെ കോടതി വിധിയോടെ വ്യക്തമായിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ കോടതി വിധി കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാം, ഇവരുടെ എല്ലാ വാദങ്ങളും പൊളിഞ്ഞു. ഇനി എന്താണ് ഇപ്പോൾ ഉണ്ടായ തർക്കം? കേരള സർവകലാശാലയിലെ ഭരണസ്തംഭനം. ഒന്നാമത്തെ കാര്യം എന്താണ്? രാജ്ഭവനിലൊരു വിവാദം ഉണ്ടായി. ആ വിവാദം ഉണ്ടായ പശ്ചാത്തലത്തിൽ രാജ്ഭവനിൽ നടക്കുന്ന സർക്കാർ പരിപാടിയിൽ ഈ ചിത്രം വെക്കും, വിവാദ ചിത്രം വെക്കും. ആ ചിത്രം പൊതു സ്വീകാര്യതയുള്ളതല്ല. അദ്ദേഹം വീട്ടിൽ വെച്ചോട്ടെ, രാജ്ഭവനിൽ അദ്ദേഹത്തിൻ്റെ പരിപാടിക്ക് വെച്ചോട്ടെ, പക്ഷേ സർക്കാർ പരിപാടിക്ക് പറ്റുകയില്ല. ഇതേ മന്ത്രിമാർ പറഞ്ഞു. അപ്പോൾ ആർലേക്കർ തീരുമാനിച്ചെന്താണ്? അതിനെ സർവകലാശാലയ്ക്ക് കൊണ്ടുവരണം. അദ്ദേഹം പങ്കെടുക്കുന്നൊരു പരിപാടി, ആ പരിപാടിക്ക് ഹാള് കിട്ടാൻ മോഹൻ കുന്നുമേലിന് അപേക്ഷ കൊടുത്തു. മോഹൻ കുന്നുമേലാണ് ആ സെനറ്റ് ഹാൾ അനുവദിച്ച് ഉത്തരവിട്ടത്. അപ്പോൾ ഞാൻ പറയുന്നു, കേരള സർവകലാശാലയെ അലങ്കോലപ്പെടുത്താൻ ചാൻസലറും വൈസ് ചാൻസലറും ഗൂഢാലോചന നടത്തി. ഈ ചിത്രമുള്ള ഒരു പരിപാടി അവിടെ സംഘടിപ്പിക്കാൻ മോഹൻ കുന്നുമേൽ ചാൻസലറുമായി ഗൂഢാലോചന നടത്തി. എന്നിട്ട് രജിസ്ട്രാർക്ക് ഉത്തരവ് കൊടുത്തു, ഹാൾ അനുവദിച്ചിരിക്കണം. അപ്പോൾ രജിസ്ട്രാർ പറഞ്ഞു, ഇവിടെ ഹാൾ അനുവദിക്കുന്നതിന് കുറേ ചട്ടവട്ടമുണ്ട്, അത് പ്രകാരം മിനിറ്റ് പരിപാടി തരണം. പരിപാടി കൊടുത്തു. പരിപാടി ഇല്ലാത്ത സാധനമാണ് ഈ കാവ് പിടിച്ച ഈ സാധനം, അതങ്ങോട്ട് വെക്കാൻ പറ്റത്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ആ പറഞ്ഞ കുറ്റത്തിന്, കാവി കൊടി പിടിച്ചൊരു സ്ത്രീയുമായി എഴുന്നള്ളാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ കുറ്റത്തിന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. അങ്ങനെ സസ്പെൻഡ് ചെയ്യാൻ VCക്ക് അധികാരമുണ്ടോ? മോഹൻ കുന്നുമേൽ നിയമം അറിയാത്ത ആളല്ലേ, അദ്ദേഹത്തിന് ചികിത്സിക്കാൻ അറിയൂ. പക്ഷേ അദ്ദേഹത്തിന് ചികിത്സ കൊടുക്കുന്നു കോടതി. ആ നിയമത്തിനകത്ത് ഒരു രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ VCയുടെ അധികാരമുള്ളെന്ന് വായിച്ച് കേൾപ്പിച്ച് ബഹുമാനപ്പെട്ട ഗോകുലിനോട് ഞാൻ പറയുകയാണ്, നിങ്ങളത് വായിച്ച് കേൾപ്പിക്കാവോ? കേരള യൂണിവേഴ്സിറ്റി ആക്ട്. മോഹൻ കുന്നുമേൽ കോത്താരി കമ്മീഷനിലേക്ക് പോയി. കോത്താരി കമ്മീഷൻ പറഞ്ഞാണോ കേരള സർവകലാശാല നിയമം? കോത്താരി കമ്മീഷൻ പറഞ്ഞ VCയുടെ വാലെ കെട്ടാൻ ആ VCമാർ താമസിച്ച അടുക്കളയിൽ പാചകം ചെയ്ത പരിചയമെങ്കിലും മോഹൻ കുന്നുമേലിൽ ഇപ്പോൾ ആളുകൾക്കുണ്ടോ? നിങ്ങളുടെ കോൺഗ്രസിൻ്റെ കാലത്ത് 2 VCമാരെ കോൺഗ്രസിൻ്റെ BJPയുടെ വൈസ് പ്രസിഡൻ്റാക്കി വെച്ചിരിക്കുക. ഇപ്പോൾ ഒരു രാധാകൃഷ്ണനെയും ഒരു അബ്ദുൽ സലീമിനെയും. അപ്പോൾ ഇതാണ് VC, നിങ്ങളുടെ VC. കോത്താരി കമ്മീഷൻ പറഞ്ഞ VC ഇതാണോ? കോത്താരി കമ്മീഷൻ പറഞ്ഞ സർവകലാശാല വൈസ് ചാൻസലർമാർ ഇതാണോ? പക്ഷേ അവിടെ ഒരു ആളുകളെ അനുസരിച്ച് സിൻഡിക്കേറ്റ് യോഗം കൂടാത്ത സമയങ്ങളിൽ അത്തരം തീരുമാനങ്ങൾ VCക്ക് എടുക്കാമെന്നും VC അത് പിന്നീട് സിൻഡിക്കേറ്റിന്റെ അപ്രൂവൽ സമർപ്പിച്ചാൽ മതി എന്നുമാണ് VCയുടെ വാദം.
ആ വാദം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ആ വാദം സ്വീകരിച്ചു. എന്താ സ്വീകരിക്കാൻ കാരണം? രജിസ്ട്രാർ ഹൈക്കോടതി പോയി. ഹൈക്കോടതി പോയപ്പോൾ ഹൈക്കോടതി പറഞ്ഞു സിൻഡിക്കേറ്റിൻ്റെ അഭിപ്രായം അറിയണം. സിൻഡിക്കേറ്റ് ഈസ് ദി അപ്പോയിൻറ്റ്മെൻറ്റ് അതോറിറ്റി. അതുകൊണ്ട് എന്ത് വേണ്ടി ഞായറാഴ്ച VC ആയ സിസ തോമസിന് യോഗം വിളിക്കേണ്ടി വന്നു. എന്തിനാ ഈ 60 ദിവസത്തിനിടയ്ക്ക് കൂടാൻ തയ്യാറില്ലാത്ത സിൻഡിക്കേറ്റ് യോഗം എന്തിനാണ് പെട്ടെന്ന് വിളിച്ചത്? ഈ സസ്പെൻഷനെ കുറിച്ച് സിൻഡിക്കേറ്റിൻ്റെ അഭിപ്രായം കോടതി അറിയിക്കണം. സിൻഡിക്കേറ്റ് യോഗം ചേർന്നു. എന്തായിരുന്നു സിൻഡിക്കേറ്റിൻ്റെ അഭിപ്രായം? സസ്പെൻഷൻ നിലനിൽക്കില്ല. ആ അഭിപ്രായം സിൻഡിക്കേറ്റ് എടുത്തപ്പോൾ VC ഇറങ്ങിപ്പോയി. അങ്ങനെ VC ഇറങ്ങിപ്പോയ സിൻഡിക്കേറ്റ് ഇല്ലാതെയാവുമോ? VC ഇറങ്ങിപ്പോയ ഒരു സിൻഡിക്കേറ്റ് ഇല്ലാതെയാവുമോ? നിയമസഭയിൽ നിന്ന് സ്പീക്കർ ഇറങ്ങിപ്പോയ നിയമസഭ ഇല്ലാതാവുമോ? എനിക്ക് തീരെ മനസ്സിലായില്ല. നിയമസഭയിൽ നിന്ന് സ്പീക്കർ ഇറങ്ങിപ്പോയാൽ നിയമസഭ ഇല്ലാതാവില്ല. VC ഇറങ്ങിപ്പോയാൽ VC അതിലെ ഒരു അംഗം മാത്രമാണ്. എത്രയോ കോടതി വിധിയുണ്ട്. 2018 കേരളത്തിൽ തന്നെ കോടതി വിധിയില്ലേ? ശരി. അതിൻ്റെ ഭാഗമായിട്ട് VC ഇറങ്ങിപ്പോയാൽ തീരില്ല. അപ്പോൾ എന്നാണ് കോടതി അറിയിച്ചത്? കോടതി അറിയിച്ചത് ഈ സസ്പെൻഷനോട് സിൻഡിക്കേറ്റ് യോജിക്കുന്നില്ല, ഇത് റിവോക്ക് ചെയ്തിരിക്കുന്നു. റിവോക്ക് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ സിൻഡിക്കേറ്റിൻ്റെ അധികാരപരിധിപ്പെട്ട കാര്യമല്ലേ? പക്ഷേ അനിൽ, ഇന്നിപ്പോൾ VC പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ സർവകലാശാലയിൽ വരാത്തതിന്റെ കാരണം അവിടെ എൻ്റെ കാല് തല്ലി ഒടിക്കുമെന്നും കാല് വെട്ടുമെന്നും പറഞ്ഞു നിൽക്കുന്ന വിദ്യാർത്ഥികളാണ്. ആ വിദ്യാർത്ഥികളുടെ സുരക്ഷയെ കരുതിയാണ് ഞാൻ വരാത്തത് എന്നാണ് VC പറയുന്നത്. ആ വിദ്യാർത്ഥികൾ സമരം ചെയ്യാതിരുന്ന ഫയലുകൾ നീങ്ങും. അല്ല, അവിടെ ഒരു സംഘടനയുടെ കൊടി വെക്കാൻ വേണ്ടി ഒരു അനുവാദം ഇദ്ദേഹത്തിനാണ് കൊടുത്തത്. സിൻഡിക്കേറ്റിനോട് ചോദിച്ചിട്ടാണോ? ആ സംഭവത്തെ കുളവാക്കിയതാരാ? ഞാൻ കൃത്യമായിട്ട് ഈ ചർച്ചയിൽ ആരോപിക്കുന്നു. ആർലേക്കർ എന്ന് പറയുന്ന ചാൻസലറും മോഹൻ കുന്നുമേൽ എന്ന് പറയുന്ന വൈസ് ചാൻസലറും ഗൂഢാലോചന നടത്തി സർവകലാശാലയുടെ സെനറ്റ് ഹാൾ ഈ പറയുന്ന കാവ്യ സംഘടനയ്ക്ക് അനുവദിച്ചു കൊടുത്തതാണ് ഗൂഢാലോചന. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, അനിൽകുമാർ എന്ത് ചെയ്തു? അദ്ദേഹം രജിസ്ട്രാറായി തുടരുന്നു. സിൻഡിക്കേറ്റ് തീരുമാനപ്രകാരം അദ്ദേഹം ഫയൽ VCക്ക് കൊടുത്തു. VC എടുത്ത് ഒപ്പിട്ടാൽ മതി. VC അവിടെ വരാറില്ല. ഈ കഴിഞ്ഞ് ഇത്തരം കാലത്തിനിടയ്ക്ക് VC എത്ര തവണ വന്ന് SFയുടെ സംസ്ഥാന പ്രസിഡന്റ് ചോദിക്കുന്നത് കേട്ടില്ലേ? ഇദ്ദേഹം അങ്ങോട്ട് വരാറില്ല. അദ്ദേഹം പലപ്പോഴും ഭാര്യ വീട്ടിൽ വന്നിട്ട് പോകാറുണ്ട്. അതുകൊണ്ടാണ് അവിടെ സമരം നടക്കുന്നത്. യൂണിവേഴ്സിറ്റി വരാറില്ല. അതുകൊണ്ട് അദ്ദേഹം യൂണിവേഴ്സിറ്റി വരണ്ടെന്നേ. ഇപ്പോഴത്തെ രജിസ്ട്രാർ VCക്ക് ഫയൽ കൊടുത്തല്ലോ. കൊടുത്ത ഫയലിൽ ഒപ്പിടാതെ അദ്ദേഹം ചെയ്തത് എന്താണ്? ഈ ശരിയായ രജിസ്ട്രാർ വേണ്ട, പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രാറെ വെച്ചേക്കാം. അത് RSSൻ്റെ ശാഖയെ പറഞ്ഞാൽ മതി. മോഹൻ കുന്നുമേൽ വീട്ടിൽ കൊണ്ടുവന്നല്ല കേരള സർവകലാശാല. RSSൻ്റെ ശാഖയെ പറഞ്ഞാൽ മതി. Debate with Dr. Arun Kumar.